ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ വാരി പറക്കിയിട്ടിട്ട് എങ്ങോട്ട് പോകാമെന്നല്ലേ പറയാം. ഇന്ന് നമുക്ക് 2 കല്യാണമുണ്ട്. അപ്പോൾ 2 കല്യാണത്തിന് പോകണം. അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാം ഒരുങ്ങി റെഡിയായിട്ട് ഇപ്പുണ്ട്. നേരത്തെ എൻ്റെ കെട്ടും പറഞ്ഞു വെച്ചിരുന്നു ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരുങ്ങി റെഡിയായിട്ട് നിന്നേക്കണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകുമെന്ന്. അതുകൊണ്ട് ഞാൻ നേരം കളഞ്ഞില്ല. നേരത്തെ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇക്കടെ കസിനുണ്ട്, വൈഫുണ്ട്, ഞങ്ങളുടെ ഇവിടെ കല്യാണത്തിന് വരാനായിട്ട്. ഞങ്ങൾ 4 പേരും കൂടെയാണ് കല്യാണത്തിന് പോകുന്നത്. കിട്ടിയ ക്യാമ്പിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എല്ലാം പൂട്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ആളിതായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ എടുത്തിട്ട് കല്യാണത്തിന് പോകാൻ ഇറങ്ങി. ഇതാ ഈ ഒരു അടുത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് ഫസ്റ്റ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങിയില്ല. ഇക്ക മാത്രമേ ഇറങ്ങിയുള്ളൂ. ഇക്ക ഫസ്റ്റ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ വന്നു. എന്നിട്ട് ഞങ്ങൾ അടുത്ത കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ അടുത്ത കല്യാണം കുറച്ച് ദൂരമാണ്. ഞങ്ങളുടെ വീട് പടപ്പനാലിലാണ്. അവിടുന്ന് മൈനാപ്പള്ളി ഉള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് രണ്ടാമത്തെ കല്യാണം നടക്കുന്നത്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള നെയ്ബറിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് എന്തായാലും ശുഭം കല്യാണം നിക്കാഹ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വണ്ടിയൊക്കെ കൊണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചടങ്ങുകൾ, കല്യാണത്തിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്, ചെറുക്കനെയും പെണ്ണിനെയും കാണാമെന്ന് വിചാരിച്ചിട്ട് ചെന്നതാണ്. അപ്പോൾ ഇതേപോലെ പാലിക്കൊടുപ്പും വാങ്ങിപ്പും കുടിപ്പും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തല്ല വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് പെണ്ണിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഒരേ മൈൻഡായിരുന്നു സദ്യ കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് കയറി. ഇത് കണ്ട് അടിച്ച് മാറ്റിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു. പരിപ്പ്, പായസം, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഈ സദ്യയിൽ തൊടുകറികളിൽ ഏറ്റവും ഇഷ്ടം മധുരപ്പച്ചടിയില്ലേ, നമ്മുടെ തെക്ക പച്ചടി എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അഭിനൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അടപ്പായസം. അത് ഞാൻ പപ്പടം കൂട്ടി കഴിച്ചു. പഴം കൂട്ടി കഴിക്കാൻ എന്താണെന്ന് ചോദിക്കരുത്, എനിക്ക് പഴത്തോട് വലിയ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ വന്ന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നതിന് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ഞാൻ 2 സാധനം വെച്ചിട്ടുണ്ട്, എനിക്കത് തിരിച്ചെടുക്കണം. അപ്പോൾ ഏതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ 2 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതിനെ 2നെയും തിരിച്ച് വീട്ടിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ എന്തിനാണ് ചെന്നതെന്നുള്ള മൈൻഡിലാണ് അവൻ നിൽക്കുന്നത്. കതക് തുറക്കുന്ന പോലും ഇല്ല. എന്നെ കണ്ട ഷോക്കിലെ ബോധം കെട്ട് വീഴുന്നതായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും വെറും അഭിനയം മാത്രമാണത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ആളെയും തിരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 പേരും ഭയങ്കര മടിയാണ് വരാനായിട്ട്. പോകാനായിട്ടെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് വീണ്ടും ചോറുണ്ടാകാൻ വിശക്കുന്നു എന്നും പറഞ്ഞ് കയറി പോയതാണ്. അപ്പോഴത്തേക്ക് ഉമ്മ ചോറ് വാരി കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് കൂടെ അവിടെ നിൽക്കാനുള്ള അടവാണ്. അപ്പോൾ ഞങ്ങളും കാര്യമാക്കിയില്ല. ഞങ്ങൾ ആ സമയം കൊണ്ട് വെളിയിൽ ചുറ്റുമൊക്കെ ചുറ്റി നടന്ന് കണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കൃഷിയുണ്ട് എൻ്റെ ഉമ്മയ്ക്ക്. ഞാൻ ഓരോ തവണ വരുമ്പോഴും പുതിയ പുതിയ ചെടികളായിരിക്കും ഇവിടെ കാണുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടമുളക് ഇത്രയും പിടിച്ച് നിന്നിട്ടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിൻ്റെ തൈയായിരുന്നു ഇവിടെ നിന്നത്. അതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അത് പോരാതെ ഇഷ്ടംപോലെ മുളകിൻ്റെ തൈ ഇട്ട് പാകിയും കിളിപ്പിച്ച് നിർത്തിയപ്പോൾ ഉണ്ട്. പിന്നെ കുറേ കോവൽ, തക്കാളി അങ്ങനെയുള്ള പച്ചക്കറി ഐറ്റംസും ഉണ്ട്. പിന്നെ വെളിയിലാണെങ്കിൽ ഇഷ്ടം പോലെ പൂച്ചെടികളുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ നല്ല രീതിയിൽ പൂ പിടിക്കും. ഇതിൽ നിന്ന് ഞാൻ എല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ പൂ പിടിക്കാറില്ല. ഇവിടുത്തെ ഈ 10 മണിയാണെങ്കിൽ മുമ്പൊക്കെ ഇഷ്ടം പോലെ പല പല കളറിലെ പൂ പിടിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കളറിലെയും 10 മണി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂ പിടിച്ച് കാണുന്നില്ല. എല്ലാ ചെടികളും അവിടെ തന്നെ നിൽപ്പുണ്ട്, പക്ഷേ പൂ പിടിച്ച് അങ്ങനെ കാണുന്നില്ല. പിന്നെ കുറേ ബോഗൺവില്ലയൊക്കെ, ഇതൊക്കെ ഞാൻ പലയിടത്തുനിന്നും കമ്പൊടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ പിടിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എന്ത് വളം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാ ബോഗൺവില്ലയും എവിടുന്ന് കുത്തിയൊടിച്ച് കമ്പ് കൊണ്ട് വെച്ചാലും കിളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങളവിടെ കറങ്ങി നടന്ന സമയം കൊണ്ട് അവൻ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഉമ്മയെടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. സാധാരണ ഒരു കരച്ചിൽ പതിവുള്ളതാണ്. ഈ പ്രാവശ്യം എന്തോ വലിയ കരച്ചിലും ബഹളവും ഒന്നും ഇല്ലായിരുന്നു. കൂടെ ഉള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ടാവും. അപ്പോൾ അങ്ങനെ വന്നങ്ങ് കയറി. കഴിഞ്ഞ ദിവസം രാത്രിയിലേ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് വിളിക്കാൻ വരും, വേണേ നേരത്തെ വിളിക്കാൻ വരാം, ഞങ്ങൾക്കൊപ്പം കല്യാണത്തിന് പോകാൻ വരാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ 2 പേരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു കല്യാണത്തിന് ഞങ്ങൾ വരുന്നില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് വിളിക്കാൻ വന്നാൽ മതിയെന്ന്. അതുകൊണ്ടാണ് 2 ആളെയും കല്യാണത്തിന് കൊണ്ടുപോകാതിരുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 2 മണി സമയമായതുകൊണ്ട് സ്റ്റോളുകളെല്ലാം ഒന്നും തുറന്നില്ല. ഇവിടെ കുറച്ച് സ്റ്റോളുകളൊക്കെ തുറന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം ഈ പാനിപ്പൂരിയൊക്കെ കണ്ടപ്പം വണ്ടിയിലിരുന്ന് 2 ആളോട് ബഹളം വെക്കാൻ തുടങ്ങി, പാനിപ്പൂരി വേണമെന്ന്. പക്ഷെ പാനിപ്പൂരി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല.
നല്ല ചൂടും വെയിലുള്ള സമയമായതുകൊണ്ട് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയില്ല, കുട്ടികളെ പ്രത്യേകിച്ച് പുറത്ത് ഇറക്കിയതുമില്ല. ഞങ്ങൾ പോയി ഓരോ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ എനിക്കും ഇഷ്ടമാണ്. എനിക്കും വലിയ ഇഷ്ടമാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്. അതും മേടിച്ചു. പിന്നെ ഒരു നാരങ്ങ വെള്ളം കൂടെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്നാണ് കഴിച്ചത്. പക്ഷേ ഇതെന്തോ ഇത്ര അങ്ങനെ വലിയ ഇതുണ്ടായിരുന്നില്ല. എന്തോ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചിട്ടിരുന്നത്, കടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല കട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും എല്ലാവരും കൂടെ കഴിച്ചപ്പോൾ അത് തീർന്നു കേട്ടോ. അപ്പോൾ അത് ഫിനിഷ് ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തുകയും ചെയ്തു. പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം അടിപൊളി ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെവിടെയെങ്കിലും പോയിട്ട് വീട്ടിലെത്തുമ്പോൾ നന്നായിട്ട് വിയർത്ത് ടയർഡായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.